സി കെ ഷാക്കിർ, ഇവിടെ മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ പങ്കില്ല എന്ന് പറയുവാൻ കഴിയില്ല. കാരണം ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികൾ എന്ന് സമസ്തയിലെ ഈ രണ്ട് ചേരിയെ വിശേഷിപ്പിക്കരുത് എന്ന് മുസ്തഫ മുണ്ടുപാറ പറയുമ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുചെന്ന് എത്തുന്നത് ലീഗിലേക്ക് തന്നെയാണ്. അതായത് സമസ്തയിൽ ഈ പറയുന്ന വഹാബിയൻ ആശയങ്ങളും സലഫി ആശയങ്ങളും ഇഞ്ചക്ട് ചെയ്യുവാൻ, കുത്തിനിറയ്ക്കുവാൻ വന്ന ഒരു വിഭാഗത്തിനെതിരെയുള്ള ആശയപരമായ എതിർപ്പ്, അതായത് സംഘടനാ തലത്തിൽ തന്നെ കൊണ്ടുവന്ന് നിറയ്ക്കുവാൻ ശ്രമിച്ചതിനെ ആശയപരമായിട്ട് ഒരു വിഭാഗം എതിർക്കുകയാണ്. അതാണ് സമസ്തയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഇതേ ആശയഗതിക്കാരെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ലീഗ് ഇതിനകത്തൊരു കക്ഷിയുമാണ്. അതുമാത്രമല്ല, സമസ്ത എന്ന് പറയുന്നത് ലീഗിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്ന രീതിയിലാണല്ലോ കണ്ടിരുന്നത്. പക്ഷെ അതിലും മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോ നിങ്ങൾ തന്നെ ഒരു നരേഷൻ സൃഷ്ടിക്കുകയാണ്, എന്നിട്ട് അതിന് നിങ്ങൾ തന്നെ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. നിങ്ങൾ ലീഗ് വിരുദ്ധ ചേരി സമസ്തകത്ത് എന്ന് പറഞ്ഞിട്ട് മുണ്ടുപാറയോട് നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ലീഗ് വിരുദ്ധ ചേരിയല്ലേ? അദ്ദേഹം പറയുന്നു, അല്ല, ഞാൻ ലീഗ് വിരുദ്ധ ചേരിയല്ല എന്ന്. അപ്പൊ നേർക്ക് നേരെ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ മറുപടി പറയുന്ന സമയത്ത്, അതേപോലെ തന്നെ നേരത്തെ ഫസൽ കപൂർ സാർ, ഞാൻ സാധാരണ ചില ചർച്ചകളിലേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞ 75% കാര്യത്തോടും പൂർണ്ണമായ യോജിപ്പാണ്. കൃത്യമായി അദ്ദേഹം നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തർക്കമില്ല എന്ന് ബഹുമാനനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മെനയാന്നും പത്രക്കാരോട് വളരെ വിശദമായി പറഞ്ഞു. സമസ്തയുടെ വേദിയിലും ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സമസ്തക്കകത്തുണ്ടായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസം അത് തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സമസ്ത തന്നെ മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ലീഗും സമസ്തയുമായി കൂട്ടിക്കെട്ടാൻ ചില മാധ്യമങ്ങളും ചില AKG സെന്ററിൽ പ്രവർത്തിക്കുന്ന ചില ഫ്രാക്ഷനും കൃത്യമായി മെറ്റീരിയൽസുകൾ സോഷ്യൽ മീഡിയ വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തൽക്കാലം കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്ന് സമസ്തക്കകത്ത് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ഒരു പണ്ഡിത സഭയാണ്. അതിൽ 40 അംഗ മുഷാവറയാണ്. ആ മുഷാവറക്ക് നേതൃത്വം നൽകുന്നത് സമസ്തകളുടെ ജമിയത്തിലെ പ്രസിഡന്റാണ്, ജനറൽ സെക്രട്ടറി ഉണ്ട്, ഭാരവാഹികളുണ്ട്. ആ ഭാരവാഹികളിൽ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ കൃത്യമായി പത്രക്കാർ ഏത് സമയത്ത് ചോദിച്ചോ ആ സമയത്തൊക്കെ കൃത്യമായി മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഇപ്പൊ മുസ്തഫ മാഷ് മുണ്ടുപാറ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ഞാൻ പാർട്ടി നിലപാട് പറയാൻ ഇപ്പൊ ഈ വിഷയത്തിൽ ഞാൻ ആളല്ല, അത് ഉത്തരവാദപ്പെട്ട ആളുകൾ പറയും. പക്ഷെ ഞാൻ ലീഗ് പ്രവർത്തനത്തിലേക്ക് വരുന്നത് സമസ്തയുടെ പ്രവർത്തകനായിട്ടാണ്. മുസ്തഫ മാഷ് മുണ്ടുപാറ SKS ജനറൽ സെക്രട്ടറി ആയ സമയത്ത് എന്റെ നാട്ടിലെ പഞ്ചായത്തിലെ മേഖലയിലെ യൂണിറ്റിലെ SKS ഭാരവാഹിയായി ഈ പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മുസ്തഫ മാഷ് മുണ്ടുപാറ. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നിങ്ങൾ വാർത്താ ചാനലുകളിൽ വന്ന് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം അവർ പറയേണ്ട രീതിയിൽ പറയുമ്പോൾ അതിന് നിങ്ങൾ സമസ്തയുടെ വിഷയമാണ് എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമസ്തക്കകത്ത് അല്ലെങ്കിൽ സമസ്തയോട് നേരത്തെ ചേർന്ന് നിന്നിരുന്ന ആളുകൾക്കിടയിൽ അഭിപ്രായം. അവിടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഉമർ ഫൈസൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിൽ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൃത്യമായ ഒരു പക്ഷേ ഇത് സമസ്തയ്ക്കുള്ളിലെ പ്രശ്നം മാത്രമാണ് എങ്കിൽ അത് പരിഹരിക്കുവാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ച യോഗത്തിൽ സമസ്തയിലെ ഈ പറയുന്ന വിഭാഗം, താങ്കൾ പറഞ്ഞു അവരെ ലീഗ് വിരുദ്ധ വിഭാഗം എന്ന് പറയരുത്, കാരണം മുസ്തഫ മുണ്ടുപാറ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലീഗ് വിരുദ്ധനല്ല, അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്ന്. പക്ഷേ എന്തുകൊണ്ട് വന്നില്ല? കാത്തിരുന്നതാണല്ലോ അങ്ങനെ ഒരു യോഗത്തിൽ ഇവർ വരുമെന്ന്. നടന്നില്ലല്ലോ. മഞ്ജുഷ, നോക്കേണ്ടത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എന്നതിനോടൊപ്പം തന്നെ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു പരമോന്നത നേതാവായി വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിലാർക്കും തർക്കമില്ല. അദ്ദേഹം സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പം വന്ന് പത്രസമ്മേളനത്തിൽ ആരാ കൂടെ ഉണ്ടായിരുന്നത്? സമസ്തയുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നതിൽ പ്രസിഡന്റാണ്. അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിന്നെ അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് നമ്മുടെ നേതാക്കന്മാർ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ നരേഷൻ ഒരിക്കലും അത് വസ്തുതയുമായി ബന്ധമുള്ളതല്ല. മുസ്ലിം ലീഗ് പ്രതിനിധാനം ചെയ്യുന്നത് ഇനിയും ഉദാഹരണങ്ങളുണ്ട്. അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉണ്ടായി എന്ന് വെച്ച് അത് ഇരു വിഭാഗവും തമ്മിലുള്ള ചർച്ചയാണെന്ന് പറയാൻ പറ്റുകയില്ല. ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അത് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് രാവിലെ തന്നെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ലീഗ് അനുകൂല വിഭാഗം പാണക്കാട് പോയി തങ്ങളെ കണ്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം തീരുമാനിച്ചിരുന്നത്. അത് നടന്നുമില്ല. മറ്റൊരു കാര്യമുണ്ട്, ഈ കോൺഫെഡറേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അതിന്റെ ഉപദേശക സമിതിയിൽ ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയത് ആരാണ്? സമസ്തയാണ്. അത് സമസ്തയുടെ ഒറ്റക്കെട്ടായ അഭിപ്രായമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ മേൽക്കൈയാണ് ഉണ്ടായിരിക്കുന്നത്. ആദർശേരിയെ തള്ളിപ്പറഞ്ഞത് ആരാണ്? സമസ്തയിലെ ഒരു വിഭാഗമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൊരു ലീഗ് വിരുദ്ധ വിഭാഗവും ലീഗ് അനുകൂല വിഭാഗവും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വെളിയിൽ പക്ഷേ സമസ്ത നേതാക്കൾക്ക് അത് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ, ലീഗുകാർക്കും പറ്റില്ല.
നിങ്ങളോടും ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരോടും സൂചിപ്പിക്കാനുള്ള ഒരു സംഗതി, ഇപ്പൊ തർക്ക വിഷയം തന്നെ എടുത്തോളി. ആ തർക്ക വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കട്ടെ എന്നുള്ള നിലപാടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ തർക്ക വിഷയം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഇവർക്കാർക്ക് എതിരഭിപ്രായം ഒന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വന്തമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, അതാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലോ മറ്റ് പൊതുവായ വിഷയങ്ങളിലോ ജമാഅത്ത് ഇസ്ലാമി അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് വിഷയത്തിനനുസരിച്ച് ഒത്തുന്നിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ CPM വോട്ട് ചെയ്തിട്ടുണ്ട് 2011 വരെ. പിന്നീട് UDF വോട്ട് ചെയ്തപ്പോൾ CPM ഉണ്ടാക്കിയെടുക്കുന്ന ഒരു 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 പിന്നെ എന്താ പറയാ പ്രചരണമാണ് ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം ആളുകളും സമസ്തക്കകത്തെ ബഹുഭൂരിഭാഗം ആളുകളും അതുപോലെ തന്നെ ദക്ഷിണ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ പിന്നെ മുസ്ലിം സംഘടനയിലെ ആളുകൾ ഇതിലൊന്നും പെടാത്ത, നേരത്തെ ഫസൽ ഗഫൂർ സാർ പറഞ്ഞതുപോലെ ഇതിലൊന്നും പെടാത്ത ഒരുപാട് ആളുകളുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഏതെങ്കിലും തർക്ക വിഷയത്തിൽ കക്ഷിയായത് നിങ്ങൾക്ക് ഒരിക്കലും കാണിക്കാൻ കഴിയില്ല. പിന്നെ സ്വാഭാവികമായും എന്നെ പോലെയുള്ള ആളുകൾ പിന്നെ മതസംഘടന എന്നുള്ള നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്നെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നമ്മൾ മുസ്ലിം ലീഗിൽ ഉത്തരവാദിത്ത പ്രവർത്തകരും അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളും ഒക്കെയാണ്. ഇത് രണ്ടും ഒരിക്കലും കോൺഫ്ലിക്റ്റ് വരുന്നില്ല. ഏതെങ്കിലും വിഷയത്തിൽ ഒരേ വ്യക്തികളാകുമ്പോൾ രണ്ട് നിലപാട് സ്വീകരിക്കേണ്ടി വരുന്ന സമയങ്ങളിൽ അത് പരിഹരിക്കാൻ നല്ല പിന്നെ മിടുക്കരായ നേതൃത്വം. ശരി. പക്ഷെ ഇതുവരെ ആ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഓരോ ദിവസവും വഷളാവുകയും ഇനിയിപ്പോൾ പരസ്പരമുള്ള പുറത്താക്കലിലെ കാര്യങ്ങൾ പോകുമോ എന്ന് ഇനി അറിയുവാനുള്ളൂ. ശ്രീ